ഇത് യൂട്യൂബിൽ എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ആൻഡ് ഇതൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി അതല്ല വേണമെങ്കിൽ ഇതിനൊരു സ്റ്റഡി വ്ലോഗെന്നും കൂടെ പറയാം. ഇത് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്ന ലാസ്റ്റ് സൺഡേ ആണ്. മെയിൻ റീസൺ എനിക്ക് ഇന്റേണൽ എക്സാംസ് വരുന്നുണ്ട്, ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു വ്ലോഗ് ആക്കാം, അപ്പോൾ പഠിക്കുകയും ചെയ്യാം, കണ്ടന്റും ആയല്ലോ. സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച കോളേജ് വിട്ട് വന്ന് അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് പഠിക്കണം എന്ന്. പക്ഷെ എനിക്ക് ഞായറാഴ്ചയാണ് എന്നെ സമയം കിട്ടിയത്. സമയം കിട്ടിയില്ലെന്നല്ല, മടിയാണ് മെയിൻ റീസൺ. അപ്പം ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനിരുന്നു. എനിക്ക് ആൽക്കഹോൾസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊക്കെ നോക്കി, പിന്നെ നോട്ട്സ് ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്തെന്ന കാര്യം വിചാരിച്ചത്. ഈ ഒരു നോട്ട്ബുക്ക് ഞാൻ എൻ്റെ കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ക്ലാസ് വാർഡൻ എല്ലാവർക്കും കൊടുത്തതാണ്. ഇത് കിട്ടിയ ആ ഒരു സമയത്ത് ഞാൻ ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കീറിയെടുത്തിട്ട് ഈ വർഷത്തേക്ക് 2026 ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊണ്ടുവന്നതാണ്. ഒരു ഡിസ്ക്ലെയിമർ പറയാൻ, ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ആകെ ചെയ്തത് നോട്ടുണ്ടാക്കി പഠിച്ചു, വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ സ്റ്റേഷനറി കാർട്ടൊന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ട്, അതും നടന്നില്ല. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ബാക്കി പഠിത്തം കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ഇൻറ്റേർണൽ എക്സാംസ് ഈ വരുന്ന 19th പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ ഒന്നും മര്യാദ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇന്നാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്റ്റഡിയിങ്. എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റിയൽ ലൈഫിൽ, അതായത് ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുമ്പം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ആയതുകൊണ്ട് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നല്ലോണം വട്ടുപിടിക്കും. ഞാൻ ഫ്രണ്ട്സിനെ നോട്ട് വാങ്ങിയിട്ടും പിന്നെ യൂട്യൂബിൽ നോക്കിയൊക്കെയാണ് പഠിച്ചിട്ട് എക്സാമിന് പോകാറുള്ളത്. പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേഗം പഠിക്കാൻ പറ്റും, പക്ഷേ എങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് ഓർത്ത് വെക്കാനോ അതൊന്നും മെമ്മറിയിൽ റിട്ടേൺ ചെയ്ത് അങ്ങനെ പിന്നീട് ഒരു ആവശ്യത്തിന് അത് യൂസ് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പഠിച്ച് ഒരു 2 ദിവസത്തേക്ക് കാണും, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മറക്കും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ എങ്കിൽ അതിപ്പോൾ വന്ന പ്രശ്നമാണ്. 10th പ്ലസ് 2 പഠിക്കുമ്പോൾ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കോളേജിൽ അങ്ങനെ എക്സാംസ് ഒന്നുമില്ല. ആകെ ഇൻറ്റേർണൽ എക്സാംസ് ഉണ്ടാവും, പിന്നെ മെയിൻ എക്സാം കാണും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് രാവിലേക്ക് ഇരുന്ന് ഇങ്ങനെ നോക്കി, അത് കഴിഞ്ഞ് പിന്നെ ബോറടിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം വെളിയിലേക്കൊക്കെ ഇറങ്ങി നടന്നു. പുറത്തോട്ട് ഇറങ്ങിയത് ശരിക്കും റിലാക്സ് ചെയ്യാനാണെങ്കിലും ഞാൻ അകത്തേക്ക് തന്നെ കയറിപ്പോന്നു. ബിക്കോസ് ഭയങ്കര വെയിലായിരുന്നു. വെയിലും ചൂടും ആവി, ഭയങ്കര ഹ്യൂമിഡായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ മൊത്തത്തിൽ. അങ്ങനെ ഞാൻ പുറത്തൂടെയൊക്കെ നടന്ന് പിന്നെ കുറച്ചധികം നേരം കഴിഞ്ഞിട്ടാണ് പിന്നെയും വന്ന് എഴുതാനിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിലൊക്കെ കയറി ഇറങ്ങി നടന്ന് കുറച്ച് സമയം അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇത് എഴുതുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടോ, ഇനി ലാബ് റിപ്പോർട്ട് എഴുതണമല്ലോ, അത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണമല്ലോ എന്നൊക്കെ. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അന്നത്തെ ആ ദിവസം ഞാൻ ഈ നോട്ട് എഴുതി കുറച്ച് പഠിച്ചു, അത് മാത്രമാണ് ചെയ്തേക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ 3 സെമ്മിലും അങ്ങനെ ഭയങ്കര എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇൻറ്റേർണൽ എക്സാംസൊക്കെ ഞാൻ വെറുതെ ക്ലാസ് ടെസ്റ്റ് പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ 3rd സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് ഇൻറ്റേർണൽ എക്സാംസ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്നും. എന്നും വെച്ച് ഞാൻ 4th സെമ്മിൽ എല്ലാം ഭയങ്കര അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയി അങ്ങനെയൊന്നും ഇല്ല. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കമ്പയറിങ് ടു 3rd സെം ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാൾ കൂടിയാണ് ഇത്ര ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുന്നത്. പഠിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുന്നത്. ആൻഡ് നമ്മുടെ വീഡിയോയും അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയി. ഇത് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് 10 ദിവസമായി. ആൻഡ് വി ഹാവ് ക്രോസ്ഡ് 170 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. 170 പീപ്പിൾ എന്നെ ഇഷ്ടമാണ്. I'm so grateful and it's very huge for me. Thank you so much for watching my video and channel subscribe ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്തോളാം. ഓക്കെ, ബൈ.